സ്വാഗതം. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ രക്തസാക്ഷിയാണ് പയ്യന്നൂരിലെ BLO അനീഷ്. തീവ്ര പരിശോധനയുടെ പേരിൽ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഇന്ന് BLOമാർ പലരും പ്രതികരിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സർക്കസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ നടക്കുന്ന ഈ പരിപാടിയിൽ എത്ര പേരുടെ ജീവൻ ഒടുക്കേണ്ടി വരും? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥിയായി CPM വക്താവ് VK സനോജ്, കോൺഗ്രസ് വക്താവ് VR അനൂപ്, BJP സഹയാത്രികൻ ബിജു നായർ, ജോയിന്റ് കൗൺസിൽ പ്രതിനിധി S സജീവ് എന്നിവർ. ആദ്യം അനൂപിലേക്ക്. അനൂപ്, ഈ അനീഷിന്റെ വധത്തിന് പിന്നിൽ CPMന്റെ സമ്മർദ്ദമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വലിയൊരു വിഷയം BLOമാർ ഒരു പ്രൊട്ടസ്റ്റിലാണ്, അവർ നേരിടുന്ന സമ്മർദ്ദത്തെ തുടർന്ന്. അപ്പോൾ അതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ? അല്ല, CPMന്റെ സമ്മർദ്ദം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയവൽക്കരിക്കലാവുമോ? ഞങ്ങളിതിനകത്ത് SIRനെ, വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളുകളല്ലേ? അതിൻ്റെ അപ്രായോഗികതയെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരു കൂട്ടം വോട്ടർമാരെ പരിഭ്രാന്തിയിലേക്ക് തള്ളി നീക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധ്യമായ എല്ലാ സന്ദർഭങ്ങളിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, നിയമപരമായ സാധ്യതകൾ നേടിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇത് കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു ഗവൺമെൻറ് ജീവനക്കാർക്കാണെങ്കിലും സ്വകാര്യ സംരംഭകർക്കാണെങ്കിലും പ്രവർത്തിക്കാനുള്ള പരിമിതികളെക്കുറിച്ച് നമുക്കറിയാത്തതാണല്ലോ. ആന്തൂരിലെ സാജൻ, അതുപോലെ നവീൻ ബാബു, ഇത് രണ്ട് പ്രശ്നം ഇതിനകത്തുണ്ടെന്നേ. ഇതിനകത്ത് കൃത്യമായി ഇതിനെ രണ്ടിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ പറയുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നു, അതിനെ പ്രതിരോധിക്കണം. അതേസമയം മറ്റേ പ്രശ്നം അവിടെ ഇല്ലേ? ഇവിടെ ഇന്ന് പുറത്തു വന്ന ഓഡിയോ ടേപ്പുകൾ എന്താണ് സംസാരിക്കുന്നത്? ആ ഓഡിയോ ടേപ്പുകൾക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ പറയുന്ന BLO ഈ എലക്ഷൻ കോൺഗ്രസിൻ്റെ പ്രതിനിധികളുടെ കൂടെ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ. അങ്ങനെ കേരളത്തിലെ ഉത്തര മലബാറിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അത്തരം സമ്മർദ്ദങ്ങളൊന്നുമില്ല എന്ന് ആർക്കെങ്കിലും ആധികാരികമായി പറയാൻ കഴിയുമോ? ഇവിടെ ഒരു പുതിയ വ്യവസായം തുടങ്ങണമെങ്കിൽ അവിടെ ആന്തൂരിലെ സാജൻ, അദ്ദേഹം പാർട്ടി അനുഭാവിയാണ്, പാർട്ടി കുടുംബത്തിലൊരാളാണ്, അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നൊരു വിലയില്ലേ? നവീൻ ബാബു പാർട്ടി കുടുംബത്തിൽ വരുന്ന ആളാണ്. ഇപ്പോൾ അനീഷ് ജോർജിനെ പോലെ ഈ പറയുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ മെമ്പറോട് പ്രവർത്തകരുടെ കൂടെ പോയി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് ആ ഓഡിയോ ടേപ്പ് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ CPMനെ ആരെങ്കിലും വിമർശിച്ചാൽ, CPMനെതിരെ പറഞ്ഞാൽ, അത് സംഘപരിവാറിനെ സഹായിക്കലാണെന്നൊക്കെ പറഞ്ഞാൽ ഇനി അത് വിലപ്പോവോ നിഷാദേ? അത് വിലപ്പോവില്ലെന്നേ. ഒരു 10 വർഷം മുമ്പ് പറഞ്ഞാൽ അതൊക്കെ ആളുകൾ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കും. CPMനെതിരെ നിങ്ങൾ പറഞ്ഞാൽ അത് സംഘപരിവാറിനെ ബലപ്പെടുത്തുന്നു. ഇപ്പൊ സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നാരാ? CPM-ആ. പിണറായി വിജയൻ അധികാരത്തിന് ശേഷം അവരുടെ കൂടെ പോകണം എന്നങ്ങനെ നിയമമൊന്നുമില്ല, അവരൊറ്റയ്ക്ക് പോകേണ്ടതാണ്. പക്ഷെ അവരെ സഹായിക്കുകയാണ് ശരിക്കും BLAമാർ ചെയ്യുന്നത്, ഏത് പാർട്ടിയുടെ ആണെങ്കിലും. അപ്പൊ ഇങ്ങനൊരു സമ്മർദ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അല്ല, അവരുടെ കൂടെ ഏത് പാർട്ടിക്കും അവിടെ ഒരു പാർട്ടിക്ക് വ്യക്തമായ CPMന് വ്യക്തമായ ആധിപത്യമുള്ളൊരു സ്ഥലത്ത് അയാൾക്ക് സാധ്യമായ, അതിൽ അനധികൃതമായ ഒന്നുമില്ലല്ലോ, പരിചയക്കാരെ ഉപയോഗപ്പെടുത്താം. അതിനകത്ത് എന്താണ് പ്രശ്നം? പക്ഷെ അതിൻ്റെ പേരിൽ അയാൾ നേരിടേണ്ടി വന്ന പ്രശ്നം, മാനസികമായ സമ്മർദ്ദം, ഭീഷണി, കള്ളക്കേസിൽ കൊടുക്കും, അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ? മറ്റേ മേജർ ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം ഇതും കൂടി അഡ്രസ്സ് ചെയ്യണ്ടേ? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഈ പറയുന്ന ഒരു വശത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്താ? സംഘപരിവാർ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വംശീയമായി വെട്ടി നിർത്തുമ്പോൾ CPM കേരളത്തിൽ രാഷ്ട്രീയമായി വെട്ടി നിർത്തിയിട്ടില്ല ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് കള്ളവോട്ട് ചെയ്തിട്ടില്ലേ? അതിന് ഞാൻ സമീകരിക്കുകയല്ല, പക്ഷെ അതുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് UDF സ്ഥിരമായി ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് CPMകാർ കള്ളവോട്ട് ചെയ്യുന്നു, കള്ളവോട്ട് ചേർക്കുന്നു. ഇപ്പോൾ ആറ്റിക്കൽ മണ്ഡലത്തിലെ കള്ളവോട്ടിന്റെ വലിയ കണക്കൊക്കെ അടൂർ പ്രകാശ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ഈ കള്ളവോട്ടും SIRും തമ്മിൽ സമീകരിക്കുകയാണോ? കള്ളവോട്ടൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. SIRനെ നിങ്ങൾ കള്ളവോട്ടിലേക്ക് ചുരുക്കി കാണുകയാണ്? ഒരിക്കലുമില്ല. ഞങ്ങളത് രാഹുൽ ഗാന്ധി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വോട്ട് വെട്ടിമാറ്റുക എന്ന് പറയുന്നത് ഈ പൗരത്വ പരിഷ്കരണത്തിൻ്റെ 2ാം പതിപ്പാണെന്ന്
രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ രാഷ്ട്രീയ വ്യക്തതയോടുകൂടി ആരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാടാണ്. എല്ലാ ഈ ചാനലിൽ എന്നാണ് അനൂപന്റെ ചോദ്യം. അല്ല, ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നത് അല്ല, അടൂർ പ്രകാശിനായാലും VD സതീശനായാലും അല്ലെങ്കിൽ സണ്ണി ജോസഫിനായാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് വ്യതിരക്തമായ നിലപാടെടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ CPMന്റെ നിലപാടിനെ കൂടി CPM തുടർന്ന് വരുന്ന ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളെ കൂടി അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു പഴയ നരേറ്റീവാണെന്നേ. CPMനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് സംഘപരിവാറിനെ സഹായിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് വില പോയിരുന്ന അതിന് അംഗീകാരം കിട്ടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആളുകൾ വിശ്വസിച്ചിരുന്നു. കാരണം CPM ആണ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതെന്ന് കുറച്ചു പേരെങ്കിലും ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് CPM അനുഭാവികൾക്ക് പോലും അങ്ങനെ വിശ്വാസമില്ലെന്നേ. ഇവിടെ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം വന്നതിന് ശേഷം CPM ആണ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞാൽ അത് സംഘപരിവാർ അങ്ങനെ ചെയ്യില്ല എന്ന് അർത്ഥമാക്കേണ്ട. CPMനെ കുറിച്ച് പറഞ്ഞാൽ CPM മാത്രമാണെന്ന് അർത്ഥമാക്കേണ്ട. ഞങ്ങൾ രണ്ടിനെതിരെ പറയും. ഞങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഞങ്ങൾ ആദ്യം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച മീറ്റിങ്ങുകളിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിയെന്നേ. അതിന് ഞങ്ങൾക്ക് CPMന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാൻ CPMന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാതെ ഞങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തി 1, 2, 3 എന്ന് പറഞ്ഞ് ഇന്ന കാരണങ്ങൾ കൊണ്ട് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ ആളുകളാണ്. അതിനെതിരെ രാഷ്ട്രീയമായ നേരത്തെ പറഞ്ഞ സമരരംഗത്തുണ്ട് എന്ന് പറഞ്ഞാലത് പ്രക്ഷോഭ രംഗത്ത് നിന്നുള്ള രാഷ്ട്രീയമായി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും KPCCയും സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുക. ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഈ പറയുന്ന പ്രയോഗങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് ഇന്നലെയും തുടങ്ങിയതല്ല. പാർട്ടി ഗ്രാമത്തിനകത്ത് പാർട്ടി അനുഭാവികൾ അടക്കമുള്ള ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ടെന്നേ. ഞങ്ങൾ ഈ പറയുന്ന ആളുകളൊന്നും കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ. ആന്തൂർ സാജൻ ഈ പറയുന്ന CPM ബന്ധമുള്ള കുടുംബത്തിൽ നിന്നും വന്ന ആളല്ലേ, ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിച്ചോ? ഇവിടെ ഒരു തരത്തിലുള്ള സ്വതന്ത്രമായ ആവിഷ്കാരങ്ങളെ ഈ പറയുന്ന ഗവൺമെൻറ് തലത്തിലായാലും സ്വകാര്യ സംരംഭകത്വത്തിലായാലും നാട്ടിലിറങ്ങി നടക്കാനായാലും ജോലി ചെയ്യാനായാലും CPMന്റെ മോണിറ്ററിംഗ് ഇല്ലാതെ, CPMന്റെ അനുവാദമില്ലാതെ കഴിയില്ല എന്നുള്ള സ്ഥിതി ഉത്തര മലബാറിലെ പല പാർട്ടി ഗ്രാമങ്ങളിലുണ്ട്. അത് പറഞ്ഞാലുടൻ ശക്തിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ശ്രീ VK സനോജ്, BLA-മാർ സമരരംഗത്താണ്. അവരിൽ പലരുമായി ഞാൻ സംസാരിച്ചു വ്യക്തിപരമായി. അവരുടെ ശബ്ദശകലങ്ങൾ നമ്മൾ കേട്ടു. വലിയ തോതിലുള്ള സമ്മർദ്ദം അവർ അനുഭവിക്കുകയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിലാണെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് പ്രധാനമായും ഇവർക്ക് ടാർഗറ്റ് തേക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. അത് പലരുടെയും ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് തന്നെ പലരും പറയുകയും ചെയ്യുന്നു. ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്ന BLA-മാരുടെ അത്രമാത്രം സമ്മർദ്ദമാണ്. ഇതിനിടയിലാണ് ഈ പയ്യന്നൂരിൽ അനീഷിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് CPMനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം, SIR-നെ കുറിച്ച് ഒരു വലിയ വിഭാഗം ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അവരുടെ വോട്ട് പോകുമോ എന്നുള്ളത് മാത്രമല്ല, അവരുടെ പൗരത്വം പോകുമോ എന്ന് അവർ ഭയന്നിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ ചർച്ച ചുരുങ്ങാമോ? യഥാർത്ഥത്തിൽ SIR-ൽ CPMന്റെ താല്പര്യം എന്താണ്? അനീഷിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? അജിംസെ, ഇത് അത്യന്തം ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കളമൊരുക്കുന്നത്, അപ്പം അതിനെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്? അപ്പം അതൊക്കെയാണ് വളരെ ഗൗരവമായി ഇത്തരമൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഈ ചർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും മുൻകൈ എടുക്കേണ്ട പാർട്ടിയുടെ വക്താവ് എന്തൊക്കെ ഇവിടെ പറയുന്നത്? ഞാൻ അദ്ദേഹം പറഞ്ഞ ഈ നിലവാരമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി പറഞ്ഞ എൻ്റെ സമയം കളയുന്നില്ല. ഇവിടെ ഗൗരവമായി നമ്മൾ കാണേണ്ട വിഷയം, നിങ്ങൾ ഈ തുടക്കത്തിൽ പറഞ്ഞ BLA-മാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, അത് വളരെ ന്യായമായിട്ടുള്ള സമരമാണ്. കാരണം ഇവിടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ചുമതല നിശ്ചയിക്കപ്പെട്ട 30,000-ൽ പരം വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അധിക ചുമതല നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ സമ്മർദ്ദം താങ്ങാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ വലിയ ടാർഗറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ എന്യൂമറേറ്ററായിട്ട് പോകുന്ന ആളുകൾ അതെല്ലാം വീട്ടിലും കയറി ഫോറം ഈ വോട്ടർമാരുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ എത്ര വീട്ടിൽ പോയി കഴിഞ്ഞാൽ പകൽ സമയത്ത് നമുക്ക് ആളെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു BLO എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരേ സമയത്ത് തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കണം. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചില ഡ്യൂട്ടി ഉണ്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതിന് പുറമെ ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ വലിയ സമ്മർദ്ദമാണ്. മാത്രമല്ല ഈ BLOൻ്റെ മേൽ വരുന്ന മറ്റൊരു സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക ഉണ്ട് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ ഇറക്കിയിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയപരമായ പ്രസ്താവനയുണ്ട്. പാർട്ടി പൊളിറ്റ് ബ്യൂറോ പറയുന്നത് BJP RSSന്റെ രാഷ്ട്രീയ പദ്ധതിയാണ് ഇത് എന്നാണ്. അപ്പോൾ BJP RSSന്റെ രാഷ്ട്രീയ പദ്ധതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അടിച്ചേൽപ്പിക്കുന്നു. രണ്ടാമത് പ്രസ്താവനയിൽ പറയുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലിൽ കൂടി നടപ്പിലാക്കാനുള്ള നീക്കമാണെന്നാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിൽ വഴി നടപ്പാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷി അനുകൂല വോട്ടർമാരുടെ ഘടന പൊളിച്ചെഴുതാൻ, ഭരണകക്ഷികൾക്ക് അനുകൂലമായിട്ട് വോട്ടർമാരുടെ ഘടനയാകെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രായപൂർത്തി വോട്ടവകാശം അതിൻ്റെ അടിത്തറ പൊളിക്കുന്ന കാര്യമായിട്ടാണ് SIRനെ കാണുന്നത്. ഇങ്ങനെ വളരെ ഉത്തരവാദിത്തോടുകൂടി രാഷ്ട്രീയമായി ഈ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകുന്ന പ്രസ്താവന നടത്തിയിട്ടുള്ള പാർട്ടി CPIM ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തെ വളരെ രാഷ്ട്രീയമായി ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാട് നമുക്കറിയാലോ. പിന്നെ RSSന്റെ ശാഖക്ക് കാവൽ നിന്നതിൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്ന ഒരാളാണല്ലോ ഇപ്പോഴും ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ RSSന്റെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന അവരാരാധിക്കുന്ന ഒരാളുടെ ഫോട്ടോന് മുന്നിൽ വിളക്ക് തെളിയിച്ച് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളാണല്ലോ ഇവരുടെ പ്രതിപക്ഷ നേതാവ്. SIR പ്രോസസ് BJPയുടെ RSSന്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണെന്ന് CPM കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം CPM ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ കള്ളവോട്ടുകൾ ചേർക്കാതിരിക്കാൻ ജനങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം, ജാഗരൂകരായിരിക്കണം എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള തിരക്കിലാണ് എല്ലാ പാർട്ടികളും, UDFും LDFും CPMും കോൺഗ്രസും എല്ലാം. ആ സമയത്ത് അത് എത്രമാത്രം സാധ്യമാണ്? ഇവിടെ BLOമാർ ഒറ്റപ്പെട്ടു പോകുന്നൊരു പ്രശ്നമുണ്ട്. സനോജ്, ഇല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രസ്താവനയിൽ നിങ്ങൾ ഈ പറയുന്ന ഭാഗം കൂടിയുണ്ട്. വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കാൻ, ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കാൻ എല്ലാം നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ നല്ലതുപോലെ ജാഗരൂകരാവണം എന്ന് തന്നെയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഒരു ഭരണഘടനാ പ്രശ്നം എന്ന് പറയുന്നത് ആധാർ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്നുകൂടി ഈ കമ്മീഷൻ പറയുകയാണ്. അത് പറയാൻ കമ്മീഷൻ അധികാരമുണ്ടോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ദേശീയ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ഏതെല്ലാമാണ് എന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത്. ഇതുവരെയായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏതൊക്കെ കോടതിയെ സമീപിച്ചിട്ട് കേരള സർക്കാരിന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയിൽ കക്ഷി ചേർന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട SIR? തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള നിയമപരമായ പോരാട്ടം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ BJP RSSനെ തുറന്നുകാട്ടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശക്തമായ പ്രചരണം ഞങ്ങൾ സംബന്ധിച്ച് നടത്തും. നിങ്ങൾ ആലോചിക്കുന്നത് കേരളത്തിന്റെ തെരുവുകളിൽ SIRുമായി ബന്ധപ്പെട്ട് ആരാണ് ആദ്യം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചത്? കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF ആണ് ജനങ്ങളോട് ഇതാ SIR കേന്ദ്രത്തിന്റെ പുതിയ തട്ടിപ്പാണെന്നും ഇത് RSSന്റെ പൗരത്വ രേഖ രജിസ്റ്റർ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണെന്നും ഏറ്റവും ആദ്യം വിളിച്ചു പറഞ്ഞത്. ഇപ്പോഴാണല്ലോ മാധ്യമങ്ങൾ ഇത് കാര്യമായ ചർച്ചയ്ക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 മാസം മുന്നേ കേരളത്തിൽ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇടതുപക്ഷത്തിന്റെ പൊതുയോഗങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളോട്, ഞങ്ങളുടെ വോട്ടർമാരോട് ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, അത്യന്തം ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ 4 വോട്ടിന് വേണ്ടിയിട്ട് എന്നാൽ പിന്നെ CPMന്റെ തലയിലിടാം. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? CPMന്റെ എന്തെങ്കിലും തരത്തിൽ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ ഈ BLOന് സമ്മർദ്ദം ഉണ്ടായത്? ഈ നാട്ടിൽ ഇതെല്ലാം കേൾക്കുന്ന എത്ര BLOമാരുണ്ട്? ഞാൻ അജിംസെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഇതിപ്പോൾ മരണം നടന്ന ഇന്നലെയാണല്ലോ.
3 ദിവസം മുന്നേ എൻ്റെ നാട്ടിൽ ഞാൻ പേര് പറയുന്നത് ഒരു BLO അദ്ദേഹം എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിടാത്തത്. അദ്ദേഹം പറയുന്നു സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല, വല്ല കടുങ്കയും ജീവനക്കാർ ചെയ്തു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് എൻ്റെ ഫോണിലേക്ക് വന്ന എൻ്റെ സുഹൃത്തിൻ്റെ മെസ്സേജ് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. അത് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് പുറത്ത് വിടാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പം ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഈ ചർച്ച കെട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, BLOമാർ, ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ടല്ലോ, അവരെല്ലാം അനുഭവിക്കുന്ന പ്രതിസന്ധി. ഞാൻ മറ്റൊരു കണ്ടത്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ BLO ആണ്. അപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾ BLO അല്ല. അദ്ദേഹം ജോലി ലീവ് എടുത്തിട്ട് ഈ പ്രക്രിയയിൽ ഭാര്യയുടെ മാനസിക സമ്മർദ്ദം കുറക്കാൻ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാര്യയെ സഹായിക്കാൻ, ഭാര്യയായിട്ടുള്ള BLOനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയാണ് പുതിയ കാലത്ത്. അതുകൊണ്ട് എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കാൻ, എന്യൂമറേറ്റർമാർക്ക് എല്ലാ വോട്ടർമാരെയും കാണാൻ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവരൊന്നും അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ആ ഫോറം അവിടെ വെച്ചിട്ട് വരണോ, ആ ഫോറം എങ്ങനെയാണ് അവരെ ഏൽപ്പിക്കുക എന്നെല്ലാമുള്ള 100 സമ്മർദ്ദങ്ങൾ, തൊഴിലിടങ്ങളിലേക്ക് അവിടെ നിന്നുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾ വേറെ, ഇങ്ങനെയെല്ലാം കൂടി വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് വരികയാണ്. അത് BJPക്കെതിരായി, RSSനെതിരായി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട കോൺഗ്രസ് ഇവിടെ അങ്ങേയറ്റം ദയനീയമായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, എന്നാൽ പിന്നെ CPMന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന നിലയിൽ ഈ രാഷ്ട്രീയത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല. അത് അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന പരിപാടിയായി പോയി എന്ന് മാത്രമേ ഈ കോൺഗ്രസിന്റെ വക്താവിനോടൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ശരി, ജോയിന്റ് കൗൺസിൽ പ്രതി സജീവ് ഉണ്ട്. സജീവ്, ഈ BLOമാർ പറയുന്ന പ്രശ്നം എന്താണ്? ടാർഗറ്റ് വെച്ചുകൊണ്ട്, ടൈം ലൈൻ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഡിസംബർ 4 വരെ സമയമുള്ളപ്പോഴും ഈ ഫോം വിതരണത്തിന് ടൈം വയ്ക്കുന്നു, ഇത്ര സമയത്തുള്ളത് തീർക്കണമെന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ ഇത് തുടക്കം മുതലുള്ള ഒരു വിമർശനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇക്കാര്യം അറിയിച്ചതാണ്, പ്രായോഗികമല്ല. അപ്പോൾ പ്രായോഗികമല്ലാത്തൊരു കാര്യം വളരെ ചുരുങ്ങിയ സമയത്തിൽ, ഒരു 6 മാസം കൊണ്ടൊക്കെ പൂർത്തിയാക്കേണ്ട ഒരു പ്രക്രിയ വളരെ ചുരുങ്ങിയ സമയത്തിൽ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ പ്രശ്നം? അതല്ല, ഇവിടെ കോൺഗ്രസ്സൊക്കെ ആരോപിക്കുന്നത് പോലെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടികളുടെ സമ്മർദ്ദം കൂടി BLOമാർ നേരിടേണ്ടി വരുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് രാഷ്ട്രീയമായ ഇവർ തമ്മിലുള്ള തർക്കത്തിനകത്ത് ഞങ്ങൾ കക്ഷി ചേരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ജോലികൾ ഒരേ സമയത്ത് ഞങ്ങളുടെ തലയിലേക്ക് വന്നു വീഴുകയായിരുന്നു ചെയ്തത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ 14-ാം തീയതി മുതൽ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അതിനു മുൻപ് തന്നെ അതിൻ്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും. ബൂത്ത് വിഭജനം, ബൂത്തുകളുടെ നിയോഗം, ഇങ്ങനെ ഒരുപാട് ജോലികൾ അവർ ചെയ്തു വരികയാണ്. അതിനോടൊപ്പമാണ് ഈ 4-ാം തീയതി മുതൽ, നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഈ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് SIR പൂർത്തിയാക്കണം എന്ന ഒരു ഉത്തരവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. ഇത് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നിവേദനം നൽകിയിരുന്നു. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. ഇത് ഒഴിവാക്കണം. ഞങ്ങളുടെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയായ സമയമെടുത്ത് നടപ്പിലാക്കണം. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉൾപ്പെടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ വച്ചിട്ടും ഇത് നിർബന്ധമായും നടപ്പിലാക്കിയേ കഴിയൂ. കാരണം ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബലമായി ഇത് സംസ്ഥാന ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് 2 കാര്യങ്ങൾ ചെയ്തു വരും. ഓഗസ്റ്റ് മാസത്തോടുകൂടി ഈ അംഗനവാടി ടീച്ചർമാർ ഇതിൻ്റെ BLOമാരായിട്ടുണ്ടായിരുന്നു, അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. റിട്ടയർഡ് ചെയ്ത ജീവനക്കാരുണ്ടായിരുന്നു, അവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുണ്ടായിരുന്നു, അവരെ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ സർവീസിനകത്തുള്ള ക്ലാസ് 3 ജീവനക്കാരെ മാത്രം നിയോഗിച്ചുകൊണ്ട് 26,000-ഓളം ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് വേണ്ടി നിയോഗിക്കണം എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് കളക്ടർമാർ കുറേയേറെ BLOമാരെ, നല്ല പരിചയമുള്ള BLOമാരെ ഒഴിവാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഓഗസ്റ്റ് മാസത്തിൽ പുതിയതായി കുറേയേറെ BLOമാരായി കുറേ ജീവനക്കാർ വന്നു. അവർ വാർഡ് പരിചയമുള്ളവരല്ല, ഈ ജോലി ചെയ്ത് പരിചയമുള്ളവരല്ല. അവർക്ക് സജീവ് അങ്കണവാടി ജീവനക്കാരൊക്കെ ഇപ്പോഴും BLOമാരായി ഉണ്ടല്ലോ. സജീവ്, അങ്കണവാടി ജീവനക്കാരൊക്കെ ഉണ്ട്.
അത് ഞാൻ അതിലേക്ക് വരാം. അതായത് അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ ഈ മാസം 2-ാം തീയതി, നവംബർ 2-ാം തീയതി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, രണ്ടും രണ്ടാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവിറക്കി. BLOമാരുടെ ചുമതലയുള്ള ആരായാലും ശരി, അതായത് ആ ഉത്തരവിൽ പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട, അതായത് റിട്ടേണിംഗ് ഓഫീസറുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെയും ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ BLOയുടെ ജോലി ചെയ്യേണ്ടതില്ല, അവരെ അതിൽ നിന്ന് മാറ്റി ഈ ജോലികൾക്ക് പൂർണ്ണമായും നിയോഗിക്കണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായും 4-ാം തീയതി ഇത് ആരംഭിക്കണമെങ്കിൽ പുതിയ കുറേ ആളുകളെ നിയമിക്കണം. 2-ാം തീയതിയാണ് ഈ ഉത്തരവ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അതുപോലെ തന്നെ AROമാരുടെയും BLOമാരായിരുന്ന ധാരാളം ജീവനക്കാർ അവരെ ഒഴിവാക്കിയപ്പോൾ വീണ്ടും പുതിയതായി ആളുകളെ ചേർക്കേണ്ടി വന്നു. അപ്പോൾ കളക്ടർമാർ ആകെ ബുദ്ധിമുട്ടിലായി, ആവശ്യത്തിന് ജീവനക്കാരില്ലാതായി. സ്വാഭാവികമായും അങ്ങനെ ചേർത്തതാണ് ഈ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ക്ലാസ് 4 ജീവനക്കാരനാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ഇതിനകത്ത് ചേർക്കേണ്ടതല്ല, പക്ഷെ അദ്ദേഹത്തെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ ഇന്നൊരു അംഗനവാടി ടീച്ചർ കുഴഞ്ഞു വീണു. ഇവർ പറയുന്നത് എല്ലാ ഫോമും വിതരണം ചെയ്ത് പൂർത്തിയാക്കി എന്നാണ്, പക്ഷേ ആ ഫോം വിതരണം ചെയ്യാൻ പോയ അംഗനവാടി ടീച്ചറാണ് കുഴഞ്ഞു വീണ് ഇന്ന് ആശുപത്രിയിലായത്. അപ്പോൾ വീണ്ടും പഴയ ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇത് പൂർത്തീകരിക്കാൻ സമ്മർദ്ദത്തിലേക്ക് വന്നു. നോക്കൂ, ഈ ജില്ലാ കളക്ടർമാർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണാധികാരി കൂടെയാണ്. ഈ കളക്ടർമാരുടെ കീഴിൽ വരുന്ന തഹസീൽദാർമാര്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാർ, ഇവരാണ് ഇവരുടെ സൂപ്പർവൈസറി ചുമതല നിർവഹിക്കുന്നത്. ഈ BLOമാരുടെ 10 BLOമാർക്ക് ഒരു സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥർ ആ ചുമതല ചെയ്യണം. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്ടറൽ ഓഫീസർമാരായി ഈ വില്ലേജ് ഓഫീസർമാർ പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഇവരുടെ ബൂത്ത് സെറ്റ് ചെയ്യുന്നത് വില്ലേജ് ഓഫീസർമാരുടെ ചുമതലയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ, അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്ന ചുമതലകൾ നിർവഹിക്കണം. അപ്പോൾ ഇത് ഭാരിച്ച ജോലി ഭാരമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ മേൽ വന്നു വീണത്. അതോടൊപ്പമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ, അവർക്ക് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് ഇഷ്യൂ ചെയ്യേണ്ടത് തഹസീൽദാരാണ്. അത് വില്ലേജ് ഓഫീസർ റെക്കമെൻഡ് ചെയ്താണ് പോകേണ്ടത്. അത് പരിശോധിച്ച് ചെയ്യേണ്ടതും ഇവരാണ്. അപ്പോൾ സത്യത്തിൽ വലിയ ജോലി സമ്മർദ്ദമാണ് റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ മേൽ കിട്ടുന്നത്. അവരോടാണ് ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ പറയുകയും ഇവരുടെ മേൽ. ഇനി BLOമാരുടെ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. BLOമാരുടെ പ്രശ്നം 4-ാം തീയതി ഇത് ആരംഭിച്ചുവെങ്കിലും 4-ാം തീയതി ഇതിൻ്റെ ഫോറം ഒന്നും പ്രിന്റ് ചെയ്ത് വന്നില്ല. ആകെ 4-ാം തീയതി മീഡിയയുടെ മുന്നിൽ ജില്ലാ കളക്ടർമാർ നേരിട്ട് പോയി VIP വോട്ട് ചേർക്കുന്ന അതിനുവേണ്ടി തിരഞ്ഞെടുത്തവരുടെ ഫോറം മാത്രമാണ് 4-ാം തീയതി പ്രിന്റ് ചെയ്ത് വന്നത്. 300 എണ്ണം 5-ാം തീയതി കൊടുത്തു. 300 ഫോറം. ഈ ഫോറം ഒരു വീട്ടിലേതല്ല. ഇവിടെ ഏതോ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോറം 5-ാം തീയതി BLO കൊണ്ടുവരുമ്പോൾ ഞാൻ BLOയെ വിളിച്ചു. എൻ്റെ വീട്ടിൽ ഒരു വോട്ടല്ല, ഞങ്ങൾക്ക് 4 വോട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാക്കി ഫോറം കിട്ടിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഒരുമിച്ച് വന്നാൽ പോരെ? ഇല്ല സാർ, ഇന്ന് 300 എണ്ണവും നൽകിയിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നാണ്. ഇത് അപ്ലോഡ് ചെയ്യണം, ഇതിൻ്റെ ഡാറ്റ ഇയാളുടെ മൊബൈൽ ഫോണിൽ അപ്ലോഡ് ചെയ്യണം. എത്ര അപ്രായോഗികമായ കാര്യമാണ്. അപ്പോൾ ഒരു ബൂത്തിൽ തന്നെ ഒരു BLO ഫോറം വിതരണം ചെയ്യുന്നതിന് 3 തവണ വരെ വീട് കയറിയ BLOമാരുണ്ട്. ഇനി ഒരു വീട്ടിൽ പോയി ഈ ഫോറം വിതരണം ചെയ്യണമെങ്കിൽ എത്ര സമയമെടുക്കും? ഒരാൾക്ക് 10 മിനിറ്റെങ്കിലും എടുക്കും. 2002 വോട്ടർ പട്ടിക പോലും തപ്പിയെടുത്ത് ഇവർക്ക് വിവരം പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇദ്ദേഹം പോകാൻ. ഇദ്ദേഹം കൊണ്ടുപോകേണ്ടത് 2 ഫോറം വീട്ടിൽ കൊടുക്കാൻ, ഒരു ഡിക്ലറേഷൻ ഒപ്പിട്ട് വാങ്ങാൻ. എന്ന് പറഞ്ഞാൽ 900 ഫോറം ഒരു വാഹനവും കൊടുത്തിട്ടില്ല. കാൽനടയായി ഇവർ നടന്ന് ഒരു ബൂത്തിൽ ഒരു ദിവസം 300 ഫോറം വിതരണം ചെയ്യണം, 300 പേർക്ക് വിതരണം ചെയ്യണം. 900 ഫോറമാണ് ഇവർ ചുമന്നുകൊണ്ടുപോകുന്നത്. അതോടൊപ്പം മൊബൈൽ ഫോണും. എത്രമാത്രം അപ്രായോഗികമാണിത്. ഒരു വീട്ടിൽ ഒരു വോട്ടർക്ക് 10 മിനിറ്റ് എടുക്കൂ. 10 മിനിറ്റ് എടുത്താൽ 8 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നത് 48, 50, 60 എന്ന് തീരുമാനിച്ചോളൂ. 60 വോട്ടർമാരെ പരമാവധി ഇത് കൊടുക്കാൻ കഴിയും. അപരിചിത ഈ വാർഡ് പരിചയമില്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഇതുണ്ട്. അപ്പോൾ ഈ സമയം ഇതിനകത്തൊരു വലിയ പ്രശ്നമായിരുന്നു. 1. 2, ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്ന റവന്യൂ വിഭാഗത്തിന് ഇവരെ സഹായിക്കാൻ കഴിയില്ല. കാരണം ഈ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ചുമതല അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്വാഭാവികമായും ഇവരുടെ കൂടെ വില്ലേജുകളിലെ സ്റ്റാഫിനെ അയക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു BLO ഒറ്റയ്ക്ക് പോയി ഇത് ചെയ്യാൻ കഴിയില്ല, പ്രായോഗികമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു BLOയ്ക്ക് ഒരു അസിസ്റ്റന്റിനെ നിയമിക്കേണ്ടതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിയമിച്ചിട്ടില്ല. BLOമാരാരും സ്വയമേവ ഞാൻ BLO ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പോയി നിയമിച്ചതല്ല, അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ഈ ജോലി. രാത്രി 9 മണിക്കും 10 മണിക്കും ഈ ഫോറം കൊടുക്കാൻ പോകുന്നു. ഞാൻ ഈ മീഡിയ ഒന്നിൻ്റെ തന്നെ തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ സ്ത്രീകളെല്ലാം കൂടെ ഈ BLOയുടെ മേൽ തട്ടിക്കയറുകയാണ്. നിങ്ങൾ എന്തിനാണ് 9 മണിക്ക് വന്നത്? ഇവിടെ 9 മണിക്ക് വീട്ടിലേക്ക് കയറണ്ട, നിങ്ങൾ പോയിട്ട് നാളെ വരൂ. അപ്പോൾ അദ്ദേഹം ദയനീയമായി പറയുന്നു, എനിക്ക് നാളെ മറ്റൊരു ഏരിയയിൽ കൊടുക്കേണ്ടതാണ്, നിങ്ങൾ ഇതൊന്ന് വാങ്ങൂ. അപ്പോൾ പറയുന്നു, നിങ്ങൾ പുറത്ത് പടിയിൽ വെച്ചിട്ട് പോകൂ എന്ന് പറയുന്നു. ഇതാണ് അവസ്ഥ. ഞാൻ വീട്ടുകാരെ കുറ്റം പറയുകയല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ഉദ്യോഗസ്ഥരുടെ ഓഡിയോ ക്ലിപ്പ് ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പുറത്തു വിട്ടതാണ്. ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് ഏത് വിധേനയും പാതിരാത്രി ആയാലും ഇത് പൂർത്തിയാക്കിയിരിക്കണം. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറയുന്നു എന്നതും കൂടെ പറയാൻ എനിക്ക് സമയം തരണം. 11-ാം തീയതി 9-ാം തീയതിയാണ് മുഴുവൻ ഫോറവും പ്രിന്റ് ചെയ്ത് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടർമാർക്ക് എത്തിച്ചത്. 9-ാം തീയതി ഫോറം എത്തിച്ചത് വില്ലേജുകളിൽ 10-ാം തീയതിയിലേ എത്തൂ. 9-ാം തീയതി ഞായറാഴ്ചയാണ്. 10-ാം തീയതി ഫോറം എത്തിയിട്ടുണ്ടാവും ഈ BLOമാർക്ക്. 11-ാം തീയതി കേരളത്തിൽ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ വന്ന് കളക്ടർമാരുടെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള യോഗം വിളിക്കുന്നു. യോഗം വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രോഗ്രസ് വളരെ മോശമാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ BLOമാരുടെ കയ്യിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർ ഇങ്ങനെ ജോലി ചെയ്ത് പരിചയമുള്ളവരല്ല, അവർ ഇത്രയും സമയമെടുക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരുടെ പേരിൽ അച്ചടക്ക നടപടി അല്ല സ്വീകരിക്കേണ്ടത്, FIR ഇട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെരഞ്ഞെടുപ്പ് നിയമത്തിൽ അതിന് വ്യവസ്ഥയുണ്ട്. FIR ഇട്ട് അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ക്രിമിനൽ കേസ് എടുക്കും എന്ന ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിൽ വന്ന്. അതുമാത്രമല്ല, ഈ കളക്ടർമാരുടെ CR തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടതുണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഇവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, പല കളക്ടർമാരും വളരെ ചെറുപ്പമാണ്. അവരുടെ CR ബ്ലാക്ക് മാർക്ക് ചെയ്യിക്കും എന്ന് പറയുകയാണ് പരസ്യമായി ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ വന്ന്. അപ്പോൾ സ്വാഭാവികമായും കളക്ടർമാർ ആ സമ്മർദ്ദം ആരിലേക്ക് പകരും? അവർ ഡെപ്യൂട്ടി കളക്ടർമാരിലേക്കും അത് കഴിഞ്ഞ് തഹസീൽദാറിലേക്കും ഏറ്റവും അവസാനം വില്ലേജ് ജീവനക്കാരിലേക്കും അവർ ഈ BLOയിലേക്കും ഈ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അപ്രായോഗികമായിരുന്നു, മനുഷ്യ സാധ്യമല്ലാതിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടത്തണമെന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഞങ്ങൾക്ക് മറുപടി തന്നത്, അദ്ദേഹത്തിന്റെ മറുപടിയും കൂടെ ഞാൻ പറയാം. അദ്ദേഹം മറുപടി തന്നത്, ഞാൻ നിസ്സഹായനാണ്, അത് ജോയിന്റ് കൗൺസിലിന്റെ കയ്യിലുണ്ട്, ഞങ്ങൾ ഇന്ന് മീഡിയക്കെല്ലാം അത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്, ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. ഞങ്ങൾ ശനിയാഴ്ച അപ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെയിൽ അയച്ചു. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതോ മുൻവിധിയോടുകൂടി ഇത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ ഒരു വലിയ വിഭാഗം വോട്ടർമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ പരസ്പരം പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ആരോപിക്കുന്നു. ശ്രീ ബിജു നായർ, ഇത്രയും ബുദ്ധിമുട്ട് മലയാളികൾ പലതരത്തിൽ അനുഭവിക്കുകയാണ്. BLOമാരുടെ ബുദ്ധിമുട്ട് ഒന്ന് വേറെ, ഉദ്യോഗസ്ഥർ മൊത്തം സമ്മർദ്ദത്തിലാകുന്നു. ഒരു വലിയ വിഭാഗം ജനങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുമോ എന്ന് ആശങ്കപ്പെടുന്നു. ഒരാശങ്കയും ഇല്ലാത്തത് കേരളത്തിൽ BJPക്ക് മാത്രമാണ്. എന്തുകൊണ്ടാകും? സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് BJPക്ക് ഇതിൽ ആശങ്കയൊന്നുമില്ല എന്നല്ല പറയുന്നത്. ഈ ഒരു പ്രക്രിയ കേരളത്തിൽ മാത്രമല്ല 12 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ്, ഡ്രോബാക്സ്, ചാലഞ്ചസ് അതെല്ലാം ഇവിടെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകണം, അത് പരിഹരിക്കപ്പെടണം. BLOമാരുടെ മുകളിൽ അമിത സമ്മർദ്ദം ഉണ്ടാകാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുവാൻ പറ്റണം. ഇപ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൂർണ്ണ സമയ ജോലിക്കാരായി ഒരുപാട് പേരില്ല. എപ്പോഴും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ സഹായത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി കൂടുതൽ BLOമാരെ അനുവദിക്കണം, കൂടുതൽ സമയം അനുവദിക്കണം എന്നൊക്കെയുള്ള ന്യായമായ ആവശ്യങ്ങൾ
ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. കാരണം ഇതൊരു ഹ്യൂമൻ പ്രോബ്ലമാണ്. അതായത് ജോലി ചെയ്യുവാനുള്ള ആ ഒരു അവസരം ശരിയായി കൃത്യമായി ചെയ്യുവാൻ ഉള്ള അവസരം കിട്ടാത്ത രീതിയിൽ സമ്മർദ്ദമുണ്ടാവുകയാണെങ്കിൽ, അത് എൻ്റെ വ്യക്തി ജീവിതത്തെ തന്നെ ബാധിക്കുകയാണെങ്കിൽ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നല്ല, അത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ അതൊരു കളങ്കം ആണ്, തീർച്ചയായും ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ മുന്നോട്ട് കാണുന്ന ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് അവർ വർക്ക് ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ ആവശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നടത്തുകയും വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ പക്ഷേ ബിജു, ഇതിലെ പ്രശ്നം നോക്കൂ. ഈ വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ SIR നടത്തരുത്, കുറഞ്ഞ പക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തൂ എന്തെങ്കിലും പറഞ്ഞാണ്. അതുപോലും കേൾക്കാതെ വാശി പിടിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലപാടിനോട് പോലും BJPക്ക് ഒരു പ്രശ്നമില്ല. BJPക്ക് ഇതിൽ ഇപ്പം BJPക്കാരുടെ വോട്ട് പോകാൻ സാധ്യതയുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ട് വെട്ടിമാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ പോലും BJPക്ക് ആശങ്കയില്ല. എന്തുകൊണ്ടാകും? ഇതിനോട് BJP ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും ഒരു സ്വരമാണ് എന്ന് താങ്കൾ പറഞ്ഞു വയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. അത് സത്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് തന്നെയാണ് വളരെ വ്യക്തമായ ഒരു സന്ദേശം നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതിപ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടായാലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ജീവനക്കാരൻ്റെ കഥയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായ സമ്മർദ്ദം ഏറ്റവും കൃത്യമായി നമുക്ക് കാണിച്ചു തന്നത് ആ ഒരു BLOക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആ പഞ്ചായത്തിലെ ബൂത്ത് ലെവൽ ഏജൻ്റായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വൈശാഖ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ജില്ലാ കളക്ടറിന് തന്നെ പരാതി നൽകുകയുണ്ടായി. അതായത് ഈ ഒരു BLOയുടെ മേൽ CPM സമ്മർദ്ദം ചെലുത്തി. കാരണം കോൺഗ്രസ് പ്രവർത്തകനുമായി ഈ ഒരു പണിക്ക് പോകരുത്. അപ്പോൾ എന്താണ് കളക്ടറുടെ ഭാഗത്തും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിർദ്ദേശം? രണ്ട് പാർട്ടിക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ ആരും പോകണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഇവിടെ പ്രതിസന്ധിയിലേക്ക് വീഴുന്നത്? BLO തന്നെയാണ്. കാരണം ഇപ്പോൾ അതും പ്രത്യേകിച്ചും ഈ ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന CPMകാർ തന്നെ പറയുന്നത് ഏതാണ്ട് 90% കുടുംബങ്ങളും അവിടെ CPM കുടുംബങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു BLOയെ ഏറ്റവും കൃത്യമായി സഹായിക്കുവാൻ സാധിക്കുന്നത് അവിടുത്തെ CPM പാർട്ടിക്ക് തന്നെയാണ്. ഈ വൈശാഖ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വന്നതുപോലെ ആ വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. എന്റെ ക്വസ്റ്റ്യൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യണം. അതിന്റെ ഒരുപാട് പണികൾ, അതിന്റെ തിരക്കുകൾ, രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ പുറകിലാണ്. അപ്പോൾ BJPയും ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. നിരവധി പഞ്ചായത്തുകളിൽ അവർ മത്സരിച്ച് ജയിക്കാറുമുണ്ട്. അവരും അതിൻ്റെ തിരക്കിലാണ്. പക്ഷേ BJPക്ക് ഈ സമയത്ത് SIR നടത്തുന്നതിലും അവർക്കും ഒരു കുഴപ്പമില്ല. അവരതിൽ അസ്വസ്ഥതയും കാണുന്നില്ല. അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരൊന്നും ഒരു BLOയും പിന്തുടരുന്നുമില്ല. ഇപ്പോൾ ഒന്ന് കോൺഗ്രസ്സുകാരും CPMകാരാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ആശങ്ക ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ വോട്ട് പോകുമെന്ന ആശങ്ക പോലും അവർക്കില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ ഫസ്റ്റ് ഫേസ് ഓഫ് ഈ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ, അതിൽ പാർട്ടി പ്രവർത്തകർക്ക് വലിയ റോളൊന്നുമില്ല. കാരണം എന്യൂമറേഷൻ മാത്രം നടത്തിയാൽ മതി. പിന്നെ അങ്ങോട്ട് വോട്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും അതിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നതും എല്ലാം ഇനി അങ്ങോട്ടുള്ള ഫേസിലാണ്. ആ സമയം കൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വളരെ കൃത്യമായി അവൈലബിൾ ആയിരിക്കും. ബിജു, ഈ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഒക്കെ നോക്കൂ, ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഒക്കെ ഇപ്പോഴല്ല. ഈ ബീഹാറിൽ എങ്ങനെ നടന്നത്? നോമിനേഷന്റെ 10 ദിവസം മുമ്പ് വരെ ആളെ ചേർത്തു. അതായത് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം 3 ലക്ഷം വോട്ടർമാർ ചേർത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അതുകൊണ്ട് ചേർക്കലും തിരുത്തലും ഒക്കെ ഇപ്പം തീരെയല്ല, അത് നോമിനേഷൻ വരെയുണ്ട്. അതെ, അജിം സാർ, താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശക പത്രിക പിൻവലിക്കുവാൻ ഉള്ള അവസാന തീയതി വരെ വോട്ടർമാരെ ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
വളരെ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതെല്ലാവരും അറിയേണ്ടതാണ്. SIRന്റെ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിന്നെയും ആളുകളെ നമുക്കതിൽ ചേർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശരി, അങ്ങനെ ചേർക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് ഇത്ര നേരത്തെ അങ്ങനെ ചേർക്കാൻ സാധിക്കുന്ന അത്രയും ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയിൽ, അതായത് നോമിനേഷന്റെ 10 ദിവസം മുമ്പ് പോലും ആളെ ചേർക്കാൻ പറ്റുന്ന അത്ര ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ എന്തിനാണ് ഈ ഒരു ടൈം ലൈൻ വെച്ചുകൊണ്ട് ടാർഗറ്റ് കൊടുത്തുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുന്നതെന്ന ചോദ്യമാണ് ജോയിന്റ് കൗൺസിൽ ഉന്നയിക്കുന്നത്. അതിഥികളിലേക്ക് തിരികെ ശ്രീ VR അനൂപ്, ഈ SIRനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് KPC അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ഇനി അതിന് സമയമുണ്ടോ? അജിംസെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ CPMനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഞാൻ CPMനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളോട് പ്രതികരിക്കാനേ തയ്യാറായില്ല. അദ്ദേഹം അത് നിലവാരമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ CPMനെതിരെ പറഞ്ഞാൽ അത് അതിൻ്റെ നിലവാരം കുറയുന്നു എന്ന് വിചാരിച്ച് CPMനെതിരെ നമുക്ക് സംസാരിക്കാതിരിക്കാനാവില്ലല്ലോ. അതിൻ്റെ ഫാക്റ്റിനോട് അദ്ദേഹം പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാനത് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഉയർത്തുന്ന വാദം എന്താ? അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടെ ഇന്ത്യയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഇതൊക്കെ കാണുന്നില്ലേ? ഇന്ത്യയിൽ ആദ്യമായി ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഇലക്ട്രൽ വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? രാഹുൽ ഗാന്ധി അല്ലേ? അതിലെന്ത് സംശയം? രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ വോട്ട് വെട്ടിമാറ്റപ്പെടുന്ന ആളുകൾ അവരുടെ സാമൂഹിക പരിസരം എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങളാണ്, പിന്നോക്കക്കാരാണ്, ദളിതുകളാണ് എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി മാത്രമല്ല, ഞങ്ങളൊക്കെ നിരന്തരം ഈ കാര്യം സംസാരിക്കുകയല്ലേ? എത്രയോ ചർച്ചകളിൽ ഞാനും അജിംസും അടക്കം ഈ കാര്യം സംസാരിച്ചതല്ലേ? അപ്പോൾ ഞങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞ അവകാശവാദം ഇത് കുറേ കാലമായി കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഫാൾസ് നരേറ്റീവാണ്. സംഘപരിവാറിനെ എതിർക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താ? ഇവിടെ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞില്ല എന്നത് പോകട്ടെ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ്റെ പത്രസമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. ഞാൻ നിരവധി ചർച്ചകളിൽ ആവർത്തിച്ചതാണ്. സനോജ് കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുക. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യം എന്താ? ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിനകത്ത് ഞങ്ങളുടെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നേ. ഞങ്ങൾ വളരെ വ്യക്തതയോടും സൂക്ഷ്മതയോടും എടുത്തൊരു നിലപാടാണ് ഇത് എന്ന് പറയുന്നത്. സംഘപരിവാറിന്റെ ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. ഇതൊരു വംശഹത്യാ പ്രൊജക്റ്റാണ്. ഇത് ഈ പറയുന്ന പൗരത്വ പദ്ധതി പിൻവാതിലൂടെ നടപ്പിലാക്കാനുള്ള നീക്കമാണ്. അത് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിച്ച മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഇപ്പോൾ ഞങ്ങൾ CPMനെതിരെ സംസാരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ എന്നാൽ വരട്ടെ, CPMനെതിരെ സംസാരിച്ച് കളയാമെന്ന് പറഞ്ഞ് CPMനെതിരെ അവസരം ഉപയോഗപ്പെടുത്തിയതല്ലോ. അങ്ങനെ ഒരു ഓഡിയോ ടേപ്പ് പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സംഘപരിവാറിനെ ബലപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്താ? അതിനെക്കുറിച്ച് കൂടി സംസാരിക്കണ്ടേ? ഇവിടെ കേരളത്തിനകത്ത് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെ ആ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്നതിന്, കച്ചവടം ചെയ്യുന്നതിന്, സ്വതന്ത്രമായി പല വിനിമയങ്ങളും നടത്തുന്നതിന് പാർട്ടിയുടെ അംഗീകാരം വേണമെന്ന് ആർക്കാ അറിയാത്തത്? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇപ്പോൾ അരിയിൽ ഷുക്കൂർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടുത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ കാർ തടഞ്ഞു എന്ന് പറഞ്ഞ് ആൾക്കൂട്ട വിചാരം നടത്തി കൊന്ന ആളുകളവര്. ഇപ്പോൾ പാലക്കാട് ഇവരുടെ യുവ നേതാവിനെതിരെ ഒരു BJPയുടെ പാലക്കാട്ടെ നേതാവ് അദ്ദേഹം ഒരു ക്രിമിനലിനെ പോലെ പെരുമാറിയപ്പോൾ ഇവർ പറയുന്നത് നേതാക്കന്മാർ സംയമനം പാലിക്കണം, സംയമനം ഒരു നേതാവിൻ്റെ ലക്ഷണം എന്നാ. സംയമനം സംഘികളോട് മാത്രം എന്നുള്ളതാണെന്ന് ഇവരുടെ മുദ്രാവാക്യം. ഞങ്ങൾ പറയുന്നത് എന്താ? ഈ പാർട്ടി ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം. മറ്റേ വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഓഡിയോ ടേപ്പ് പുറത്തു വന്നപ്പോൾ അതുകൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവർ പറയുന്നത് എന്താ? ഇത് സംഘപരിവാറിനെ സഹായിക്കാനാണെന്നാ. അതൊന്നും ഇനി നടക്കില്ല. അജിംസ, ഇത് സംഘപരിവാറിനോട് പറയാനുള്ളത് സംഘപരിവാറിനോട് പറയും, ഈ സ്റ്റാലിനിസ്റ്റ് പരിവാറിനോട് പറയാനുള്ളത് അതും ഞങ്ങൾ പറയും. ഇത് വളരെ കൃത്യമാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഈ സംഘപരിവാർ ഇവിടെ നടത്തുന്നത് വംശീയമായ മുൻവിധിയോടുകൂടിയുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ വെട്ടിമാറ്റുകയാണെങ്കിൽ CPM കുറേ കാലമായി ഇത് രാഷ്ട്രീയമായ ഒരു ഫാസിസ്റ്റ് പ്രയോഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ സംഘപരിവാറിനെ സഹായിക്കുന്ന ആളുകളാവുമോ? ഇപ്പോൾ വൈഷ്ണ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മത്സരിക്കാൻ പോകുന്ന KSU നേതാവ് ഒരു പെൺകുട്ടിയോട് ഇവരുടെ സമീപനം എന്താ? ഇന്ന് ഹൈക്കോടതി അവർക്ക് അനുകൂലമായി ഉത്തരവ് നടത്തിയില്ലേ? ഇത്
ഈ മറ്റേ പ്രശ്നം ആ പ്രശ്നമായി നിലനിൽക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനവുമായ പ്രശ്നമായി ഞങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ CPM കുറേ കാലമായി നടത്തുന്ന രാഷ്ട്രീയ ഫാസിസ്റ്റ് പ്രയോഗങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പൊ സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ ഞങ്ങൾക്ക് CPM-ന്റെ സർട്ടിഫിക്കറ്റോ CPM-നെതിരെ സംസാരിക്കാൻ ഞങ്ങൾക്ക് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് എന്താണെന്നുള്ള പ്രയോറിറ്റി വളരെ കൃത്യമായി ബോധ്യമുണ്ട്. പിണറായി വിജയനെ പോലെയല്ല. ബീഹാറിൽ വോട്ട് ചോരിയെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇത്ര വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യയിലെ തന്നെ CPM-ന്റെ ഏറ്റവും ക്രൗഡ് പുള്ളറായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പിണറായി വിജയൻ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ അവിടുത്തെ ഇടത് സാന്നിധ്യത്തെ കുറിച്ച് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ. CPM മത്സരിച്ചിരുന്നില്ലേ? CPM-ന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ലേ? ഈ കേരളത്തിനൊരു മുഖ്യമന്ത്രി വന്ന് അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുകയാണെങ്കിൽ അതിന് കിട്ടാവുന്ന വിസിബിലിറ്റി എന്താണ്? MA baby സംസാരിക്കുന്നതിനുള്ള അധികമല്ലേ പിണറായി വിജയൻ സംസാരിച്ചു കഴിഞ്ഞാൽ? പക്ഷെ അദ്ദേഹം അവിടേക്ക് പോയിട്ടില്ല. ഇവിടെ കുറച്ചു കാലമായി സംഘപരിവാറിനെതിരെ സനോജിനെ പോലുള്ള ആളുകൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറയും, ഈ ലോക്കൽ തലത്തിൽ മൈക്ക് കെട്ടി സംസാരിക്കും. പക്ഷെ പിണറായി വിജയൻ ഈ പറയുന്ന സ്റ്റാലിൻ സംസാരിക്കുന്ന പോലെ, മമതാ ബാനർജി സംസാരിക്കുന്ന പോലെ ഈ വിഷയത്തിൽ നിന്നും സംസാരിച്ചിട്ടില്ലെന്ന് ആർക്കാ അറിയാത്തത്? ഞങ്ങളാണ് ഇതിനെയൊക്കെ നേരിടുന്നത് എന്ന് പറയുന്ന ഇവരുടെ വാചോടോപം അല്ലാതെ എന്താണെന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത്തരം പ്രതീതികൾ സൃഷ്ടിക്കാന്നല്ലാതെ ക്രിസ്ത്യൻ യാഥാർത്ഥ്യമല്ലേ? അല്ലെങ്കിൽ സനോജ് ഈ ചർച്ചയിൽ പറയട്ടെ, ഇവർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബീഹാർ SIR-നെ കുറിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. സർക്കാരിന് CPM-ന് ഇക്കാര്യത്തിൽ ജെന്യൂനായ കൺസേൺ ഉണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ആ കേസിൽ കക്ഷി ചേർന്നാൽ മതിയല്ലോ. തൽക്കാലത്തേക്ക് ഇവിടെ നടത്താൻ പാടില്ല, ഞങ്ങളിവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന് കോടതിയോട് പറയാമല്ലോ. ഇതുവരെ അതുണ്ടായിട്ടില്ല. സനോജ്, സംസ്ഥാന ഗവൺമെന്റും ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംഘപരിവാർ ഈ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് നീക്കത്തെയാണ് എപ്പോഴാണ് എതിർക്കാതിരുന്നത്? പൗരത്വ ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഏത് നിയമസഭയാണ് പ്രമേയം പാസ്സാക്കിയത്? അതിവിടെ അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? പിന്നെ വി ആർ അനൂപിനെ പോലെ ഈ ഏതെങ്കിലും UDF-ന്റെ കോൺഗ്രസിൻ്റെ വക്താക്കളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും പിണറായി വിജയൻ ആവശ്യമില്ല. നിങ്ങളിങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് ഇങ്ങനെ ചാനൽ ചർച്ച ഇരിക്കുകയാണ്, അതൊക്കെ പൂട്ടി മടക്കി നിങ്ങളുടെ കീശയിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല, കേരളത്തിലെ ജനങ്ങൾക്കും അത് ആവശ്യമില്ല. പിന്നെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ഞങ്ങൾ സംഘപരിവാരുമായിട്ട് ഭയങ്കര ബന്ധമാണെന്നാണ് പറയുന്നത്. ഞാൻ വെറുതെ പറയിപ്പിക്കണ്ട. 112 MP-മാർ, 80 MLA-മാർ, 126 മുൻ MLA-മാർ, 12 മുൻ മുഖ്യമന്ത്രിമാർ, ഇതെല്ലാം കോൺഗ്രസിൻ്റെ ആളുകൾ. എവിടെ ഇപ്പോൾ? BJP പാളയത്തിലാണ്. ഇത്രയേറെ ദേശീയ നേതാക്കന്മാരും മുൻമന്ത്രിമാരും MLA-മാരും MP-മാരുമെല്ലാം പണച്ചാക്ക് കണ്ടിട്ട് അങ്ങോട്ട് ചാടിയില്ലേ? അതിനെക്കുറിച്ച് VR അനൂപിന് എന്താ പറയാനുള്ളത്? അപ്പം നമ്മുടെ രാജ്യത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രസ്ഥാനമാണ്, മതനിരപേക്ഷവാദികൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് നിങ്ങളെന്ന് ഇത്തരം സംഭവങ്ങൾ കൂടി നിങ്ങൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളങ്ങനെ പോകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. കാരണം ഞങ്ങളെക്കാൾ വലിയ പാർട്ടിയാണ് രാജ്യത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറിനെതിരായിട്ട് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ നിങ്ങൾ പല സ്ഥലത്ത് നടത്തിയ അഴിമതി അത് കണ്ടുപിടിച്ച് BJP ED-യെ വിട്ട് CBI-യെ വിട്ട് വിരട്ടി നിങ്ങളെ അങ്ങോട്ട് നിർത്തുകയാണ്. ജയിലിൽ വേണോ, ED വീട്ടിലേക്ക് വരണോ, BJP-യിൽ ചേർന്നെന്ന് ചോദിക്കുമ്പോൾ മുട്ട് വിറച്ചിട്ട് എന്നാൽ പിന്നെ BJP ആണെങ്കിൽ BJP, RSS ആണെങ്കിൽ RSS എന്ന് പറഞ്ഞ 112 MP-മാർ, 80 MLA-മാർ, 126 മുൻ MLA-മാർ, 12 മുൻ മുഖ്യമന്ത്രിമാർ, മുൻ പിന്നെ PCC പ്രസിഡന്റുമാർ എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് എണ്ണമൊന്നും എന്നെ കൊണ്ട് അധികം എടുപ്പിക്കണ്ട. തൽക്കാലം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ പിണറായി വിജയനോ കേരളത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്കോ വേണ്ടതില്ല. ഇവിടെ ഗൗരവമായ പ്രശ്നം എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്താണ്? ഇവിടെ ഒരു BLO ആത്മഹത്യ ചെയ്യുന്നു. ആ BLO ആത്മഹത്യ ചെയ്യാൻ ഇടയായ കാരണം എന്ന് പറഞ്ഞാൽ ജോലി സമ്മർദ്ദമാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ്, RSS നയിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരായി ശക്തമായ ജനവികാരം ഉണർത്തേണ്ട സന്ദർഭത്തിൽ ഇവർ RSS-നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ തലയിൽ ഈ കുറ്റം കെട്ടിവെക്കുകയാണ്. ഞാൻ പറയട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താണ്. അദ്ദേഹത്തിന് പോയിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു യുവതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അവരുടെ വോട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു, റദ്ദാക്കി. ഇപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി തിരിച്ചു വരുന്നു. VM-വിനും ഹൈക്കോടതിയിൽ പോകാൻ പോകുന്നു. അതായത് ഒരു വശത്ത് ആളുകളുടെ പൗരത്വം തന്നെ ഇല്ലാതാക്കാൻ വോട്ട് ഡിലീഷൻ ഒരു മാർഗമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങളും പിന്നെ ചെയ്യുന്നത് എന്താണ് സനോജ്?
അജിംസെ സീരിയസ് ആയ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അതും ഇതും പറയരുത്. ഈ കേരളത്തിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായും മുഴങ്ങി നിൽക്കുന്ന ഒരു ഇടം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ആരുടെയെല്ലാം വോട്ട് തള്ളാൻ അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? 2 വോട്ടുകൾ തള്ളിയിട്ടുണ്ട്. ചില സ്ഥലത്ത് BJP-യുടെ ആളുകൾ, ചില സ്ഥലത്ത് കോൺഗ്രസിന്റെ ആളുകൾ ചില വാർഡുകളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട്. എത്രയെത്ര അനുഭവങ്ങളുണ്ട്. അതിലേതോ 2 ആള് നോമിനേഷൻ കൊടുത്തിരുന്നു എന്നും അതിലേതോ 2 ആള് ഹൈക്കോടതിയിൽ പോയിരുന്നു പോലും, ആ ഹൈക്കോടതി എന്തോ കമന്റ് വന്നു പോലും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് CPM ഈ പൗരത്വം തന്നെ റദ്ദാക്കുന്ന ഇടപാട് നടത്തുന്ന ആളെന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടാൽ അതങ്ങനെ അംഗീകരിച്ചു തരാൻ തയ്യാറല്ല. അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പോവരുത്. ഈ കാര്യവും ഇതും ഇങ്ങനെ ലളിതവൽക്കരിക്കാൻ പാടില്ല. ഞാനിവിടെ ഉന്നയിക്കുന്ന ഗൗരവമായ പ്രശ്നം ഇന്ന് RSSനെതിരായി, BJP-ക്കെതിരായി, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ശക്തമായി കോൺഗ്രസ് കേരളത്തിൽ സമരരംഗത്തേക്ക് വരേണ്ട ദിവസമാണ്. പക്ഷേ ഇവരുടെ ആരോപണത്തിന്റെ കുന്തമന എവിടെയാണ്? ഇവരുടെ ആരോപണത്തിന്റെ കുന്തമന CPM നേർക്കാണ്. എന്തായത്? രഹസ്യ ഡീലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യെ സഹായിക്കാൻ, RSSനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരോപണം എന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അല്ലാണ്ട് ഇത്രയേറെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമുണ്ടായിട്ട് അതിനകത്ത് നിന്ന് ചർച്ച വഴിതിരിച്ചു വിടുന്നത് പിന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് RSS ആണ്, BJP ആണ് ഈ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്ന് പരസ്യമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടത്തുകയും വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 മാസം മുന്നേ SIR-മായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകളിൽ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും അതിശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പൊതുയോഗം നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ജനങ്ങളോട് സംവദിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അങ്ങനെയുള്ള ഞങ്ങളോടാ പറയുന്നത് ഞങ്ങളാണ് ഇത് ആദ്യം നടത്തിയത്, ഞങ്ങളാണിത് ജനങ്ങളോട് ആദ്യം പറഞ്ഞത് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് തർക്കമൊന്നുമില്ല, നിങ്ങൾ പറയണം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഞങ്ങളുടെ നേതൃത്വത്തിൽ അതിശക്തമായ നിലയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ BJP-ക്ക് വേണ്ടി വാദിച്ച ആളുണ്ടല്ലോ, എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചിട്ട് ഈ നടപ്പാക്കുന്നത്? ഇപ്പം 2003 മുതൽ 2024 വരെ 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു. 5 തെരഞ്ഞെടുപ്പ്. അതിനിടയിൽ അനേകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനിടയിൽ നിന്നും ഒരു സമയം കിട്ടിയിട്ടില്ല ഇവർക്ക്. ഇപ്പം എന്തിനാ ഈ 12 സംസ്ഥാനങ്ങളിൽ പ്രത്യേകം ഇപ്പം ധൃതി പിടിച്ച് നടത്തുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അത് രാജസ്ഥാൻ, UP ഇങ്ങനെയുള്ളടങ്ങളിൽ യഥാർത്ഥത്തിൽ എപ്പോഴാണ് നടത്തേണ്ടത്? തെരഞ്ഞെടുപ്പൊന്നുമില്ലാത്ത വർഷങ്ങളിൽ സമാധാനപരമായി ആളുകൾക്ക് ആക്ഷേപങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സമാധാനത്തോടുകൂടി എല്ലാ വീട്ടുകാരെയും എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് ചേർപ്പിക്കാൻ, എന്യൂമറേഷൻ ഫോറം ഫില്ല് ചെയ്ത് വാങ്ങിക്കാനൊക്കെയുള്ള സമയം കൊടുക്കണ്ടേ? ഇതൊരു സമയം കൊടുക്കുന്നില്ല. അപ്പൊ എന്തിനാണ് ധൃതി പിടിച്ച് ഇത്ര തിടുക്കത്തിൽ ഇത് നടത്തുന്നത് എന്ന് ചോദ്യം ആണ്. ഇവിടെ ഡിസംബർ 9-ാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. ഈ കേരളത്തിൽ ഡിസംബർ 9-ാം തീയതി 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പാണ്. എന്തൊരു ധിക്കാരമാണിത്! ധിക്കാരമല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴികെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടില്ലേ ഈ കേരളത്തിൽ നിന്ന് തൽക്കാലം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത് മാറ്റിവെക്കണമെന്ന്? ഇവിടെ 30,000 ഉദ്യോഗസ്ഥന്മാർക്ക് അധിക ഡ്യൂട്ടി കൊടുക്കുകയാണ്. ഈ 30,000 ഉദ്യോഗസ്ഥന്മാർ സ്വന്തം ഓഫീസിലെ ജോലിയാണോ ചെയ്യേണ്ടത്? ഈ BLO പണിയാണോ എടുക്കേണ്ടത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ ഡ്യൂട്ടിയാണോ നിർവഹിക്കേണ്ടത്? കേന്ദ്ര ഇലക്ഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഈ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് വാങ്ങിക്കേണ്ട പണിയാണോ എടുക്കേണ്ടത്? എന്തൊക്കെയാണ് എടുക്കേണ്ടത്? ഇതിന്റെ കണക്കുകൾ കളക്ടർക്ക് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇത്ര ഗൗരവമായ നിലയിൽ ഈ ആളുകളെ സമ്മർദ്ദത്തിലേക്ക് പെടുത്തിയത് എന്തിനാണ് എന്നാണ് BJP-യോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം കോൺഗ്രസ് ചോദിക്കാൻ മടിയുണ്ട്. ആ ചോദ്യം തൽക്കാലം കോൺഗ്രസ് ഇപ്പൊ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് BJP സഹായിക്കാൻ വേണ്ടിയുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമായിട്ടാണ്. ആർക്കാ മനസ്സിലാവാത്തത്? ശരി, ശ്രീ സജീവ്, ഇവിടെ നിങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാമല്ലോ, അടിയന്തരമായി ത്വരിതഗതിയിൽ സുപ്രീം കോടതി സമീപിക്കണം ഇക്കാര്യത്തിൽ നിന്ന്. എന്തുകൊണ്ട് അതുണ്ടായില്ല? ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും സർക്കാർ അത്തരം കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാർ തന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരുന്നു എന്നത് നമ്മുടെ മുന്നിലുണ്ട്. ആ ഓൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ തീരുമാനം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് 2 രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഒറ്റ ചോദ്യമേ ഞങ്ങളുടേതുള്ളൂ. ഇത് ധൃതി പിടിച്ച് ഇത് അടിച്ചേൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് അതിൻ്റെ കാര്യം? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് മാറ്റിവെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? 9-ാം തീയതി പ്രിന്റ് ചെയ്ത ഫോറം 15-ാം തീയതിക്കകം കൊടുത്തു തീർത്ത് റിപ്പോർട്ട് ചെയ്യണം എന്ന നിർബന്ധം ആർക്കാണ്? എന്തിനാണ് അങ്ങനെ ഒരു നിർബന്ധം? അതിന് ആവശ്യമായ സമയം നൽകിക്കൂടെ? അങ്ങനെ നൽകണം, അങ്ങനെ നൽകുന്നില്ല.
അവിടെയാണ് ഞങ്ങളുടെ പരാതി. ഞങ്ങൾക്ക് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ ബി എൽ ഒമാർക്ക് മാത്രമല്ല, അങ്ങനെ ചുരുക്കരുത്. റവന്യൂ വകുപ്പിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 16,000-ഓളം ജീവനക്കാർ, അവർക്ക് മുഴുവൻ ഈ സമ്മർദ്ദമുണ്ട്. അവരുടെ മേലുള്ള സമ്മർദ്ദം വളരെ വലുതാണ്. സ്വാഭാവികമായും ആ സമ്മർദ്ദമാണ് BLOമാരിലേക്ക് അവർ പകർന്നു നൽകുന്നത്. ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് മുഴുവൻ റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരും ഡെപ്യൂട്ടി തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരുമായി വരുന്നു. കാരണം അവരാണ് ഇവർക്ക് സന്ദേശം അയച്ചുകൊണ്ട് രാത്രിയിലും നിങ്ങൾ ജോലി ചെയ്യണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ജീവനക്കാരെ കൊണ്ട് അതിൻ്റെ മേളിലോട്ടുള്ളവർ അത് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി, ക്രിമിനൽ കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് ചെയ്യിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ ആവശ്യത്തിന് സമയമെടുത്ത് ഇവർക്കെല്ലാം സമയം കൊടുത്ത് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ജീവനക്കാരുടെ 2 ലക്ഷം ജീവനക്കാർ ഇതിന് തയ്യാറായി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ. അങ്ങനെ എടുത്തുകൊണ്ട് ഇത് നടത്തിയാൽ സുഗമമായി ഇത് നടത്താൻ കഴിയും. അങ്ങനെ നടത്തുമ്പോൾ ശരിയായ വോട്ടർ പട്ടിക വരണമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ അത് ശരിയായ വോട്ടർ പട്ടികയായിരിക്കും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഒരു ഭൂരിപക്ഷത്തിന് വോട്ടില്ലാത്ത അവസ്ഥ വരും. അത് വളരെ ഖേദകരമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, ഈ ആദിവാസി വിഭാഗം ആളുകൾ താമസിക്കുന്ന ചില കോളനികളുണ്ട്. അവിടെയുള്ള എത്ര പേർക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് അവർ 2002 എവിടെയായിരുന്നു വോട്ട് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക? സോ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പുറത്തു പോകുന്ന അവസ്ഥ വരും. എന്നാൽ അതേസമയം ആ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെ ഇവരെവിടെയായിരുന്നു എന്നുള്ളത്, ഇപ്പോൾ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ഒരാൾ പുതിയതായി വേറൊരു സ്ഥലത്ത് ചേർക്കുമ്പോൾ പഴയ സ്ഥലത്തെ വോട്ടർ നീക്കം ചെയ്യുന്ന വിവരവും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടാണ് അവർ ചേരുന്നത്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇത് പരിശോധിച്ച് ഈ പ്രിന്റഡ് ഫോമിൽ അതും കൂടെ ഉൾപ്പെടുത്തി കൊടുത്തുകൂടാ? അപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി BLOമാർക്ക് അവരവിടെ ആവശ്യപ്പെട്ടാൽ ഇവർ 2002 വോട്ടർമാരാണ്, ഇവിടെ അല്ല, അവരുടെ വോട്ട് ഉണ്ടായിരുന്നത് വേറൊരു സ്ഥലത്താണ്, അത് പരിശോധിക്കണം, അത് നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ BLOക്ക് അത് സംഘടിപ്പിച്ച് കൊടുക്കുവാനുള്ള ആവശ്യമായ സമയം എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ? അപ്പോൾ ഇത് ദുരൂഹമാണ്. ഈ ദുരൂഹതയാണ് നീക്കേണ്ടത്. അത് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ തല്ലി ആ ദുരൂഹത അവിടെ നിലനിർത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഏത് രാഷ്ട്രീയ അവരുടെ കേരളത്തിലെ ബഹുഭൂരിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും അഭിപ്രായമുള്ളപ്പോൾ BJPക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇത്ര ധൃതി പിടിച്ച് ഈ SIR നടപ്പാക്കുന്നതിനെ കുറിച്ച് BJPക്ക് ഒരു ആശങ്കയുമില്ല. BJPക്ക് മാത്രം ആശങ്കയില്ലാത്തൊരു കാര്യം വരുമ്പോഴാണ് നേരത്തെ ബിജു നായർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും ഒരേ സ്വരമാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. ബിജു നായർ, സർക്കാർ ജീവനക്കാരുടെ NGO സംഘ് ഉൾപ്പെടെ ഈ ശരി ബിജു നായർ, ഒന്നും കൂടെ ചോദിക്കാം, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം അതായത് കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും ബഹുഭൂരിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും ഉദ്യോഗസ്ഥ സംഘടനകൾക്കും എല്ലാവർക്കും NGO സംഘിന് പോലും ഇത് അനവസരത്തിലാണ് SIR എന്നുണ്ട്. പക്ഷേ BJPക്ക് അങ്ങനെ അതൊരു പ്രശ്നമേ അല്ല. അപ്പോഴാണ് ഈ ആൾ നേരത്തെ ബിജു നായർ തന്നെ ചോദിച്ചതുപോലെ ഇത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്ക് ഒരേ സ്വരമാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് കൊണ്ടാണ്. അല്ല, ഇവിടെ ഇപ്പോൾ ഇത് BJP തീരുമാനിക്കുന്നതാണ് എന്ന് പറയുന്നതിന് തെറ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 സംസ്ഥാനങ്ങളിൽ ഇത് നടത്തുകയാണ്. അപ്പോൾ ഇത് ഇപ്പം നടത്തണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ CPM പ്രതിനിധി തന്നെ അദ്ദേഹം ഒരു വശത്ത് പറഞ്ഞത് എത്രയോ മുമ്പ് നടത്താമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് താമസിച്ചു പോയി എന്നാണ്. അടുത്ത സ്വരത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എന്തിനാണ് നടത്തുന്നത്? അപ്പോൾ ഇതിനൊന്നും ഒരു വേറെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിന് മുമ്പ് നടത്താമായിരുന്നു, ശേഷം നടത്താമായിരുന്നു എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പില്ലാത്ത ഇടവേളകളിൽ നടത്താമായിരുന്നു, അങ്ങനെയാണല്ലോ ചെയ്യാറ്. തെരഞ്ഞെടുപ്പ് നടക്കാത്ത വർഷങ്ങളിലാണ് ഇത് നടത്തേണ്ടത്, അങ്ങനെയല്ലേ നടത്തേണ്ടത്? എന്തിനാണ് തെരഞ്ഞെടുപ്പ് 2 മാസം മുന്നേ നിൽക്കുന്ന സമയത്ത് ഇത് ധൃതി പിടിച്ച് നടത്തുന്നത്? തെരഞ്ഞെടുപ്പില്ലാത്ത എത്ര വർഷങ്ങളുണ്ടായി, ആ വർഷങ്ങളിൽ നടത്താലോ? അതെ, ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രക്രിയ തന്നെ ലഘൂകരിക്കുവാനായി 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് പറയുമ്പോൾ അതിനും എതിർപ്പാണ്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷന് ഈ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഇത് കൂടുതൽ ആളുകളെ നിയോഗിച്ചുകൊണ്ടും അവർക്ക് ഇത് ചെയ്തെടുക്കുവാൻ സഹായകരമായ രീതിയിൽ നടത്തണം എന്നുള്ളത് നമുക്ക് വളരെ നല്ല ഡിമാൻഡുകളാണ്. പക്ഷേ ഇവിടെയും ചില മിക്സ് കമ്മ്യൂണിക്കേഷൻസ് ക്ലിയറായിട്ട് എനിക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. കാരണം
രത്തൻ കേൽക്കർ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളത്തിൻ്റെ, അദ്ദേഹം പറയുന്നത് ഈ എന്യൂമറേഷൻ ഫോം ഒരു വീട്ടിൽ നിന്നും ചെയ്തെടുക്കാൻ 3 മിനിറ്റോളം മതി എന്നാണ്. അതേസമയം ജോയിന്റ് കൗൺസിലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന അദ്ദേഹം പറയുന്ന 10 മിനിറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഫോം ഫില്ലപ്പ് ചെയ്യാൻ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു PG ഹോൾഡറാണ്. എനിക്ക് 15 മിനിറ്റ് കൂടുതൽ എടുത്തു. പിന്നെ എങ്ങനെയാണ് 3 മിനിറ്റ് എടുത്ത് പൂരിപ്പിക്കുക? അതെ, കറക്റ്റ്. അപ്പം ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്ന് മാത്രം താങ്കൾ മനസ്സിലാക്കിയാൽ മതി. അതെ അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഇതറിയാത്തവരല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതറിയാത്തവരല്ല. എന്റെ പോയിന്റ് ഇതാണ്. എന്റെ പോയിന്റ് ഈ കാര്യത്തിൽ ഇപ്പൊ ബിജു നായർ പറയുന്ന കാര്യത്തിൽ പോലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു അഭിപ്രായമാണ്, BJP ഒഴികെ. അതെങ്ങനെ സംഭവിക്കുന്നതാണ്? എന്തുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടെത്തുന്നത്? ഇല്ലല്ല അജിംസ്, അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡിഫെൻഡ് ചെയ്തല്ല പറയുന്നത്. പക്ഷേ ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ അത് പറയേണ്ടി വരികയാണ്. അതാരും പറയുന്നില്ല. കാരണം ഇവിടെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്തെങ്കിലും പറയുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായ മൂടിക്കെട്ടുവാനുള്ള ശ്രമമാണ് CPM പ്രതിനിധി നടത്തുന്നത്. ഇത് സംഘപരിവാറിനെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സ്വരത്തിൻ്റെ മുനയുടിച്ചതാണ് ഇന്ന് തുടർഭരണത്തിലേക്ക് വന്നത്. നമുക്കറിയാം 2020 ഇതേ സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് CPM-ന് അത് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ് പ്രതിനിധി വായടച്ച് വച്ചേക്കാം. പക്ഷേ ഇവിടെ പറയാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗം ന്യായീകരിക്കേണ്ട. അല്ല ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല എന്ന് ആർക്കും മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നു 3 മിനിറ്റ് എന്ന്, ജോയിന്റ് കൗൺസിൽ പറയുന്നു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാക്കാം അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാത്രമല്ല വീട്ടിൽ ആളുണ്ടോ, ചില ആളുകൾ പ്രവാസികളായിരിക്കും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. 3 തവണ BLOമാർ ഓരോ വീടും സന്ദർശിച്ചിരിക്കണം എന്ന് ഇലക്ടറൽ ഓഫീസർ പറയുകയാണ്. എനിക്കതറിയാം. അപ്പോൾ ബിജു നായർ പറയുന്ന ഈ പ്രശ്നങ്ങൾ പോലും BJPക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. സുഹൃത്തെ, BJPക്ക് മനസ്സിലാവുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെയല്ല. 30,000 ആളുകൾ വേറെ ഡ്യൂട്ടിയിലാണ്. അല്ലല്ല, മനസ്സിലായി. 30,000 ആളുകൾ വേറെ ഡ്യൂട്ടിയിലാണ്. 30,000 ആളുകളുടെ ഡ്യൂട്ടിക്ക് പുറമെ അധിക ഡ്യൂട്ടി കൊടുക്കുന്നു. ശരി, അപ്പൊ അവരെന്ത് ചെയ്യും? തദ്ദേശ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ? അല്ല, അതിപ്പോ അതാണ് പറയുന്നത്. അതിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഇവിടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് അത് ഒരു രീതിയിലും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അജിംസ് വീണ്ടും പറയുന്നത് ഇത് BJPക്ക് എന്തോ ഗുണപ്പെടാൻ പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ BJPക്ക് ഇതിൽ കംപ്ലൈൻറ്റ് ഇല്ല. അങ്ങനെയല്ല. ഇത് ഇവിടെ ഉയർത്തേണ്ട കംപ്ലൈൻ്റ് അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാതലായ വസ്തുത. ഇത് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ഉത്തരവാദി. അതിനു മുകളിൽ തഹസീൽദാറുണ്ട്, അതുപോലെയുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ്, ഇതിപ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആളിൻ്റെ ഒരു കൺസിഡറേഷനും കൂടെ നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ സാധിച്ചാലേ ആ പ്രോജക്റ്റ് വിജയിക്കുകയുള്ളൂ. ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായി തങ്ങളുടെ പോലും വോട്ട് വെട്ടി മാറ്റുമോ എന്ന ആശങ്ക പോലും BJPക്ക് ഇല്ല എന്ന പോയിന്റാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. വളരെ നന്ദി ശ്രീ ബിജു, ശ്രീ സജീവ്, അനൂപ്, ശ്രീ VK സനോജ് ഇത്രയും സംസാരിച്ചത്.